عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദിവസം നാം ബാബു ഷഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുപാർശ, അതെന്താണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്, എന്താണ് ഇല്ലാത്തത്, പരലോകത്ത് നടക്കുന്ന ശുപാർശ എങ്ങനെയുള്ളതാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അഥവാ മത്തിനുള്ള കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും എല്ലാം നമ്മൾ വായിച്ചു. അതിനുശേഷം നമ്മൾ വായിക്കാറുള്ള അൽ ഖൗലു സദീദ്, ഇമാം സഅദി റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദിനുള്ള ഷർഹ് നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ആദ്യം വായിക്കുന്നത്. ബാബു ഷഫാഅത്തുമായി ബന്ധപ്പെട്ടുള്ളത്. إنما ذكر المصنف الشفاعة في طواعف هذه الأبواب. കഴിഞ്ഞ ബാബുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുസന്നിഫ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഷഫാഅത്തിന്റെ ബാബ് ചേർത്ത് പറയുകയാണ്. ഇതിനു മുമ്പുള്ള ബാബുകൾ എന്തായിരുന്നു? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറ്റുള്ള ആർക്കെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിച്ചിരുന്നില്ല. സ്വന്തം മകളുടെ കാര്യത്തിൽ പോലും നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ബാബ്. അതിനുശേഷം മലക്കുകൾ അള്ളാഹുവിന് മുമ്പിൽ എത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് നിൽക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മലക്കുകളെയോ നബിമാർക്കോ എന്ത് സാധിക്കില്ല? അള്ളാഹുവിന്റെ അടുക്കൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് ഷെയ്ഖ് ഷഫാഅത്തുമായി ബന്ധപ്പെട്ടുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബന്ധം മനസ്സിലായല്ലോ. കാരണം ആ ഷഫാഅത്തിനെ പറ്റി അതിനെ തുടർന്ന് വരാനുള്ള കാരണം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണത്? لأن المشركين يبررون شركهم ودعاءهم للملائكة والأنبياء والأولياء. ഈ മുശ്രിക്കീങ്ങൾ, അള്ളാഹു അല്ലാത്തവരോ ഇബാദത്ത് ചെയ്തിരുന്ന മുശ്രിക്കീങ്ങൾ, പ്രത്യേകിച്ചും മക്കയിലെ മുശ്രിക്കീങ്ങൾ, അവർ അള്ളാഹുവിന് പുറമെ മലക്കുകളോടും നബിമാരോടും ഔലിയാക്കളോടും എല്ലാം ദുആ ചെയ്തിരുന്നതിന്, ഇബാദത്ത് ചെയ്തിരുന്നത് അവർ ന്യായീകരിച്ചിരുന്ന വാദം ബിഖൗലിഹിം, അവർ പറയാറുള്ളത് നഹ്നു നദ്ഉഹും മഅ ഇൽമിനാ അന്നഹും മഖ്ലൂഖൂന മംലൂകൂൻ. ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, അവർ സൃഷ്ടികളാണ്, അവർ അള്ളാഹുവിന്റെ അധികാരത്തിന് കീഴിലുള്ളവരാണ് എന്ന വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നത്, അവരെ ഇബാദത്ത് ചെയ്യുന്നത്. വലാകിൻ, പക്ഷേ, ഹൈതു ഇന്ന ലഹും ഇൻദല്ലാഹി ജാഹൻ അദീമൻ വമഖാമാതിൻ ആലിയ, പക്ഷേ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും അതുപോലെ തന്നെ വലിയ പദവിയുമെല്ലാം ഉണ്ട് എന്നവർ പറഞ്ഞിരുന്നു. നദ്ഉഹും ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഈ ഇടയാളന്മാരെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും. വലിയശ്ഫഉ ലനാ ഇൻദഹു കമാ യുതഖറബു ഇലൽ വുജഹാഇ ഇൻദൽ മുലൂകി വസ്സലാത്തീൻ, ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തും. ഏതുപോലെ? ഈ നാട്ടിലെ ഭൂമിയിലെ രാജാക്കന്മാരുടെയും അധികാരികളുടെയും അടുത്തേക്ക് സാമീപ്യം നേടാൻ ഇടനിലക്കാരായി ഞങ്ങൾ ആളുകളെ വെക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഇക്കൂട്ടർ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും. ലിയജ്അലൂഹും വസാഇത ലിഖളാഇ ഹാജാതിഹിം വഇദ്റാകി മആരിബിഹിം, അവർ അവരുടെ കാര്യം നടപ്പിലാകാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇടനിലക്കാരന്മാരാക്കി വെക്കുന്നത് പോലെയാണ് ഈ ശുപാർശകർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് ശിർക്കിന്റെ ആളുകൾ പറഞ്ഞിരുന്നു. നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ ദർശനം നമ്മൾ കൃത്യമായി വിശദീകരിച്ചു എന്താണ് ഷഫാഅത്ത്, എന്താണ് ദുനിയാവിൽ നടക്കുന്ന ഷഫാഅത്ത്, എന്താണ് പരലോകത്ത് ഉണ്ടാകാവുന്ന ഷഫാഅത്ത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇമാം സഅദി റഹിമഹുല്ലാ, ഇങ്ങനെ ഒരു വാദമാണ് അവർക്കുള്ളത്. മുശ്രിക്കീങ്ങൾ ഇവിടെ ദുനിയാവിലെ രാജാക്കന്മാരുടെ അടുക്കൽ ഇടനിലക്കാരെ വെച്ച് കാര്യം നടത്തുന്നത് പോലെ അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന ഈ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഞങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാകും എന്ന വാദമാണ് പറഞ്ഞത്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാ പറയാണ് വഹാദാ മിൻ അബ്തലിൽ ബാത്തിൽ, ഇത് ഏറ്റവും വലിയൊരു ബാത്തിലായ വാദമാണ്. وهو تشبيه لله العظيم ملك الملوك الذي يخافه كل أحد وتخضع له المخلوقات بأسرها. ഇതൊരു സാമ്യതപ്പെടുത്തലാണ്.
എല്ലാറ്റിൻ്റെയും അധികാരപ്പെടുത്തിയിട്ടുള്ള മഹത്വമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാ സൃഷ്ടികളും കീഴ്വണങ്ങുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ وبالملوك الفقراء المحتاجين للوجهاء والوزراء في تكميل ملكهم ونفوذ قوتهم, അവരുടെ അധികാരം പൂർത്തീകരിക്കാൻ വേണ്ടി മന്ത്രിമാരുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ സഹായം ആവശ്യമുള്ള ദുർബലരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള രാജാക്കന്മാരോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തലാണ് ഇവരുടെ ഈ വാദം. അതായത് ഇവിടെ ദുനിയാവിൽ രാജാക്കന്മാരുടെ ഇടയിലേക്ക് ഇടനിലക്കാരെ വെച്ച് പോകുന്നത് പോലെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ സ്വാലിഹീങ്ങൾ ശുപാർശകരാകും എന്നുള്ള വാദം ഏതുപോലെയാണ്? എല്ലാം അധികാരപ്പെടുത്തുന്ന അള്ളാഹുവിനെ ദുനിയാവിലെ രാജാവ്, അതുപോലെ രാജാവിന് അധികാരം നടത്താൻ ഒറ്റ കഴിവുണ്ടോ? ഇല്ല. രാജാവിന് മന്ത്രിമാര് വേണം, കീഴിൽ ജോലിക്കാർ വേണം, ആളുകൾ വേണം. അങ്ങനെയുള്ള രാജാവുമായിട്ട് താരതമ്യം ചെയ്യലാണ്. അള്ളാഹു തആല ഈ വാദത്തെ നിരാകരിച്ചിട്ടുണ്ട്, നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വബയ്യന അന്ന ശഫാഅത കുല്ലഹാ ലഹു കമാ അന്നൽ മുൽക കുല്ലഹു ലഹു, എന്നിട്ട് വ്യക്തമാക്കി ശഫാഅത്ത് മുഴുവൻ, ശുപാർശ മുഴുവൻ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഏതുപോലെ? ആധിപത്യം അള്ളാഹുവിൻ്റെത് മാത്രമാണ് എന്നതുപോലെ. വഅന്നഹു ലാ യശ്ഫഉ ഇൻദഹു അഹദുൻ ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ലാതെ ഒരാളും ശുപാർശ നടത്തില്ല. വലാ യഅ്ദനു ഇല്ലാ ലിമൻ റളിയ ഖൗലഹു വഅമലഹു, അള്ളാഹു അനുവാദം കൊടുക്കുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരാളുടെ വാക്കും പ്രവൃത്തിയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് മാത്രമേ അള്ളാഹു അനുവാദം കൊടുക്കുകയുള്ളൂ. വലാ യർദാ ഇല്ലാ തൗഹീദഹു വഇഖ്ലാസുൽ അമലി ലഹു, അള്ളാഹു തൗഹീദും ഇഖ്ലാസോടുകൂടി അമല് ചെയ്യുന്നതുമല്ലാതെ ഒന്നും തൃപ്തിപ്പെടുകയുമില്ല. ഫബയ്യന അന്നൽ മുശ്രിക ലൈസ ലഹു ഹബ്ബുൻ വലാ നസീബുൻ മിനശ് ശഫാഅ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി മുശ്രിക്കീങ്ങൾക്ക്, ഇതുപോലെ ഇടനിലക്കാരെ വെക്കുന്ന ആളുകൾക്ക് ശഫാഅത്തിൽ നിന്ന് ഒരു ഓഹരിയും കിട്ടാൻ പോകുന്നില്ല. വബയ്യന അന്ന ശഫാഅത്തൽ മുസ്ബതത അല്ലതി തഖഉ ബിഇദ്നിഹി ഇന്നമാ ഹിയ ശഫാഅതു ലിഅഹ്ലിൽ ഇഖ്ലാസിൽ ഖാസ്സ വഅന്നഹാ കുല്ലഹാ മിൻഹു, ആ സ്ഥിരപ്പെട്ടിട്ടുള്ള നാളെ പരലോകത്ത് നടക്കുന്ന ശുപാർശ എന്നുള്ളത് അത് ഇഖ്ലാസുള്ള ആളുകൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്നതാണ്. റഹ്മത്തൻ മിൻഹു വകറാമത്തൻ ലിശാഫി, അതെന്താണ്? ശുപാർശകനായിട്ട് ആരാണോ ഉള്ളത് അവനോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യവും അള്ളാഹു നൽകുന്ന ഒരു ആദരവുമാണ്. വറഹ്മത്തൻ മിൻഹു വഅഫ്വൻ അനിൽ മശ്ഫൂഇ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും അതുപോലെ അള്ളാഹു തആല ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. മശ്ഫൂഉ ലഹു, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവന് അള്ളാഹു തആല നൽകുന്ന ഒരു ഇളവും വിട്ടുവീഴ്ചയുമാണ് യഥാർത്ഥത്തിൽ ശുപാർശ എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, ഓർമ്മയില്ലാത്തവർക്ക്, ശുപാർശയിൽ 3 ആളുകളുണ്ടാവുക. മശ്ഫൂഉൻ ഇൻദഹു, ആരുടെ അടുക്കലാണോ ശുപാർശ നടത്തപ്പെടുന്നത്, ഇപ്പൊ രാജാവാണെങ്കിൽ രാജാവ്. ഷഫീഅ് അല്ലെങ്കിൽ ഷാഫിഅ്, ആരാണോ ശുപാർശകൻ, ഇപ്പൊ രാജാവിന്റെ അടുക്കൽ മന്ത്രി എന്ന് വിചാരിക്കുക. സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രജ മശ്ഫൂഉൻ ലഹു. അപ്പൊ ഈ ഷാഫിഇന് അള്ളാഹു നൽകുന്ന ആദരവാണ് യഥാർത്ഥത്തിൽ ശുപാർശ. മശ്ഫൂഉൻ ലഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു നൽകുന്ന ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാണ്. വഅന്ന ഹുവൽ മഹ്മൂദു അലൈഹാ ഫിൽ ഹഖീഖ, ഇതിൽ യഥാർത്ഥത്തിൽ സ്തുതിക്കപ്പെടുന്നവനെല്ലാം അള്ളാഹുവാണ്. വഹുവല്ലദീ അദിന ലിമുഹമ്മദിൻ ഫീഹാ വഅനാലഹു അൽ മഖാമൽ മഹ്മൂദ്, അള്ളാഹുവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാളെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നത്, അത് മുഖേന മഖാമുൻ മഹ്മൂദ് എന്നുള്ള സ്ഥാനത്തെത്തിക്കുന്നത്. ഫഹാദാ മാ ദല്ല അലൈഹിൽ കിതാബു വസ്സുന്ന ഫി തഫ്സീലിൽ ഖൗലി ഫി ശഫാഅ, ഇതാണ് ഖുർആനും ഹദീസും അറിയിച്ചിട്ടുള്ള ശഫാഅത്ത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദർശന്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ശഫാഅത്തിന്റെ യാഥാർത്ഥ്യം. എന്നിട്ട് പറയാണ്, വഖദ് ദക്കറൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് കലാം അശ്ശൈഖ് തഖിയുദ്ദീൻ ഫി ഹാദൽ മൗദിഹ് വഹുവ കാഫിൻ ഷാഫിൻ. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ബാബു ഷഫാഅയുടെ അവസാനം നമ്മൾ വായിച്ചു, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയുടെ ചിലൊരു ഇബാറത്ത് വായിച്ചു. അത് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഇബാറത്താണ്. ഫൽ മഖ്സൂദ് ഫി ഹാദൽ ബാബ്, ഈ ബാബ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദിക്റുൻ നുസൂസി ദാല്ല അല ഇബ്താലി കുല്ലി വസീലത്തിൻ വസബബിൻ യതഅല്ലഖു ബിഹിൽ മുശ്രികൂന ബിആലിഹതിഹിം, മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിക്കാൻ അവർ വെച്ചിരുന്ന കാരണങ്ങളും അവർ പറഞ്ഞിരുന്ന മാർഗങ്ങളും അതിന്റെ എല്ലാം നിരർത്ഥകത ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ബാബു കൊണ്ട്, ശഫാഅത്തിന്റെ ബാബു കൊണ്ടുള്ള ഉദ്ദേശം.
വഅന്നഹു ലൈസ ലഹാ മിനൽ മുൽക്കി ഷൈഉൻ, അവർക്ക് അധികാരത്തിൽ നിന്ന് ഒന്നും തന്നെയില്ല. ലസ്തിഖ്ലാലൻ, പ്രത്യേകമായിട്ടില്ല, വലാ മുശാറകതൻ, പങ്കു ചേർന്നുകൊണ്ടില്ല, വലാ മുആബനതൻ, അള്ളാഹുവിനെ സഹായിക്കുന്ന നിലയ്ക്കില്ല. സൂറത്ത് സബയിലെ ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, 21-22 ആയത്തുകൾ. അതിൽ അവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ല. പ്രത്യേകമായി അള്ളാഹുവിന് പങ്കു ചേർക്കത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിനെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. മുബാഹറത്തൻ, അള്ളാഹുവിനെ സഹായിക്കാനൊന്നും പറ്റൂല. വലാ മിനശ് ശഫാഅത്തി ഷൈഉൻ, ശുപാർശയിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരമില്ല, അള്ളാഹു അനുവാദം കൊടുത്താൽ മാത്രമേ ഉള്ളൂ. വഇന്നമാ ദാലിക കുല്ലുഹു ലില്ലാഹി വഹ്ദഹ്, ഇതെല്ലാം ഈ ശഫാഅത്ത് ആവട്ടെ അതുപോലെ ഈ പൂർണ്ണമായിട്ടുള്ള എല്ലാ അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. ഫതഅയ്യന അൻ യകൂനൽ മഅബൂദ് വഹ്ദ, അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് മഅബൂദ്, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ. അപ്പോൾ ശഫാഅത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്ന, മുശ്രിക്കുകൾ പറയുന്ന വാദത്തെ, അതിന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ ബാബിൽ ചെയ്തിട്ടുള്ളത്. അടുത്ത ബാബ് കിതാബു തൗഹീദിൽ ബാബു ഖൗലില്ലാഹി തആല ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത്, അതിന്റെ പൂർണ്ണ ഭാഗം വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഒന്നും ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, പക്ഷെ അല്ലാഹു ആണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആർക്കാണോ ഹിദായത്ത് ലഭിച്ചത് അവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതാണ് ഈ ബാബിന്റെ തലക്കെട്ട്. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഇതിനെ തുടർന്നുള്ള ഹദീസിലെല്ലാം പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സ്നേഹിച്ചിരുന്ന, തബഈയായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലെ ഒരുപാട് ഘട്ടങ്ങളിൽ പിന്താങ്ങിയും ഒപ്പം നിന്നുകൊണ്ടും സഹായിച്ചിരുന്ന അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, ഉപ്പയുടെ സഹോദരനായിട്ടുള്ള അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ വലിയ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അവസാന സമയത്ത് പോലും പറഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ അടുത്ത ഹദീസിൽ വരുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ളവരെ ഒന്നും ഹിദായത്തിലാക്കാൻ, നേർമാർഗത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല റസൂലേ. എന്നിട്ട് പറയാണ്, വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ആണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്, നേർമാർഗത്തിലാക്കുന്നത് എന്ന് പറയാം. അള്ളാഹുവിനാണ് ആരാണ് നേർമാർഗം സിദ്ധിച്ചവർ എന്ന് കൃത്യമായി അറിയുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഇന്നക ലാ തഹ്ദി എന്നാണ്, നീ ഹിദായത്തിലാക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, റസൂലേ, താങ്കൾ ഹിദായത്ത് നൽകുന്നു, വഴി കാണിക്കുന്നു നേരായ മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഹിദായത്തിലാക്കുന്നില്ല എന്ന് പറഞ്ഞു, മറ്റേ ഭാഗത്ത് ഹിദായത്തിലാക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഹിദായത്ത് എന്നുള്ളത് ഖുർആനിൽ 4 തരത്തിൽ വന്നിട്ടുണ്ട്. ഹിദായത്ത് എന്നുള്ള പദം 4 തരത്തിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഹിദായത്തുൻ ആമ്മ, പൊതുവായിട്ടുള്ള ഹിദായത്ത്, അഥവാ ഏതൊരു ജീവജാലത്തിനും, ജന്തുവിനും, ജീവിക്കും, പക്ഷിക്കുമെല്ലാം എങ്ങനെയാണ് അതിന് ജീവിക്കേണ്ടത് എന്നുള്ളൊരു വ്യവസ്ഥ കൃത്യമായി നിർണയിച്ചിട്ട് ഒരു വഴി കാണിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ ജീവികൾക്കും സൃഷ്ടിപ്പ് നടത്തിയത് അല്ലാഹു ആണ്. ഫഹദ, അതിനെല്ലാം മാർഗനിർദ്ദേശനവും അല്ലാഹു കാണിച്ചിട്ടുണ്ട്. ഒരു മത്സ്യത്തിന്, ഓരോ മത്സ്യത്തിന് എവിടെയാണ്, കടലിലാണ് അവന് ജീവിക്കേണ്ടത് എന്ന് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. അത് കരയിലൊന്നും നിൽക്കുന്നില്ല, കാരണം അതിന് അവിടെ ജീവിക്കാൻ പറ്റുമോ. അതിൽ തന്നെ ഏത് ഭാഗത്ത് ജീവിക്കണം, എങ്ങനെ നല്ല വെള്ളമെടുത്ത് ജീവിക്കണമോ, ഉപ്പ് വെള്ളമുള്ളടുത്ത് ജീവിക്കണോ, അതൊക്കെ അതിനറിയാം. പക്ഷികൾ പറക്കുന്നത് അതെങ്ങനെ പറക്കണം, അതതിന് കൃത്യമായി ആക്കി കൊടുത്തിട്ടുണ്ട്. തേനീച്ചകൾ കൂടുകൂട്ടുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. അപ്പൊ ഓരോ ജന്തുവിനും, ഓരോ ജീവിക്കും അതിൻ്റെതായ മാർഗനിർദ്ദേശനം നൽകിയിട്ടുണ്ട് ജീവിക്കാനുള്ളത്. അതാണ് ഹിദായത്തുൽ ആമ്മ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹിദായത്തുൽ ഇർഷാദ് എന്ന് പറയും, അല്ലെങ്കിൽ ഹിദായത്തുൽ ദലാല എന്ന് പറയും. ഇങ്ങനെ പല പേരിൽ പറയും. അതായത് നേരായ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഉള്ള ഹിദായത്ത്. നേരായ മാർഗം ഇപ്പോൾ ഒരു സമൂഹത്തിൽ, ഇപ്പൊ സമൂത് ഗോത്രത്തിനെല്ലാം ഹിദായത്ത് നൽകി എന്നുള്ള ആശയത്തിൽ ആയത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് ഇന്നതാണ് ശരി
ഇതാണ് ഹക്ക്, തൗഹീദാണ് ശരി, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് അറിയിച്ചു കൊടുക്കുന്ന, നേർമാർഗം ഇന്നതാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്ന ഹിദായത്ത്. മൂന്നാമത്തെ ഇനം ഹിദായത്തു തൗഫീഖ്. ആ ഹിദായത്ത് അംഗീകരിക്കാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ ഉള്ള തൗഫീഖ് നൽകിക്കൊണ്ടുള്ളത്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഹിദായത്തു ഇലൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വഴി കാണിക്കുന്നത്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വഴി കാണിക്കുന്നത്. ഈ 4 തരത്തിൽ ഖുർആനിൽ ഹിദായത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് ഇഷ്ടമുള്ളവരെ ഒന്നും നിനക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഹിദായത്തു തൗഫീഖാണ്. അതായത് ഒരാളെ ഇസ്ലാമിലാക്കാൻ, ഇസ്ലാം ഉൾക്കൊള്ളിക്കാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ, ആ ഒരു അവസ്ഥയിലാക്കാൻ, ഒരു മുഅ്മിനാക്കാൻ, ഒരു മുസ്ലിമാക്കാൻ നിനക്ക് പൂർണ്ണമായ അധികാരമില്ല, കഴിവില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞാലോ, നീ വഴി കാണിക്കുന്നു എന്ന് പറഞ്ഞാലോ, അതേതാണ്? നമ്മൾ രണ്ടാമത് പറഞ്ഞ ഹിദായത്തുൽ ഇർഷാദ് അല്ലെങ്കിൽ ഹിദായത്തുൽ ദലാല അറിയിച്ചു കൊടുക്കാൻ ആർക്ക് പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റും. സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം ഇതാണ് എന്ന് അറിയിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റും. അപ്പോ ഈ നീ ഇഷ്ടപ്പെടുന്നവരെ എല്ലാം ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഹിദായത്തു തൗഫീഖിനെയാണ്. ഹിദായത്ത് കാണിക്കും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിദായത്തു ദലാല അല്ലെങ്കിൽ ഹിദായത്തുൽ ഇർഷാദ്, ഇതാണ് ശരി എന്ന് അറിയിച്ചു കൊടുക്കുന്നതിനെയാണ്. ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ബാബ് ഈ കിതാബു തൗഹീദിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ബാബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ബാബുകളിൽ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മലക്കുകൾക്കോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരുത്താനോ കഴിയില്ല എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തബഈയായിട്ടുള്ള സ്നേഹം വളരെയധികം ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാത്തതിൽ അതിയായ ദുഃഖവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അബൂ താലിബിനെ ഹിദായത്ത് കൊടുക്കാൻ, എന്തെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്യാൻ, അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള വിഷയത്തിൽ എന്തെങ്കിലും നിലക്ക് സഹായിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. ഇനി അള്ളാഹുവിന് പുറമെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, അതിന് താഴെ വരുന്ന ഏത് ഔലിയ ആവട്ടെ, ഏത് സ്വാലിഹ് ആവട്ടെ, ഏത് തങ്ങളാവട്ടെ, ഏത് ബീവി ആവട്ടെ, ഏത് ജാറമാവട്ടെ, ആരെ എടുത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ഔലിയാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ ജാറത്തിൽ കിടക്കുന്ന ആളുകളുടെയോ അവരുടെ ഇഷ്ടപ്പെട്ട ആളായതിന്റെ പേരിൽ, അവരെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ പേരിൽ, അവർക്ക് വേണ്ടി നേർച്ച നേർന്നതിന്റെ പേരിൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലും പണം നൽകിയതിന്റെ പേരിൽ, അവർക്ക് വേണ്ടി അറിവ് നടത്തിയതിന്റെ പേരിൽ എന്തെങ്കിലും ഉപകാരം ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ആർക്കാണ് സാധിക്കുക? ഒരാൾക്കും സാധിക്കില്ല. അള്ളാഹുവിന്റെ കയ്യിലുള്ള തീരുമാനത്തിൽപ്പെട്ട കാര്യം അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. അതേസമയം അബൂ താലിബിന് സമ്പത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊടുക്കാനോ ഭൗതികമായ കാര്യങ്ങൾ നൽകാനോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ള, പൂർണ്ണമായി അള്ളാഹു തീരുമാനിക്കുന്ന പരലോകത്തെ വിഷയത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഏത് വിഷയത്തിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മ വരുത്താനോ ദോഷം തടയാനോ ഒരാൾക്കും സാധിക്കില്ല അള്ളാഹുവിനല്ലാതെ. പിന്നെ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും വലിയനെയോ ഏതെങ്കിലും സ്വാലിഹീങ്ങളെയോ അവർ മുഖേന, അവരുടെ തൃപ്തി നേടിയത് മുഖേന, അവർ അള്ളാഹുവിലേക്ക് അടുത്തവരാണെന്ന് പറഞ്ഞത് മുഖേന എങ്ങനെയാണ് നമുക്ക് ഉപകാരം ലഭിക്കുക? അത് ലഭിക്കില്ല എന്നറിയിക്കാനാണ് ഈ ഒരു ബാബ്, ഈ ഒരു ആയത്തിന്റെ തലക്കെട്ടിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമാണ് നമുക്കൊരു ഉപകാരം വരുത്താൻ സാധിക്കുകയുള്ളൂ, ഒരു ഉപദ്രവം തടയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഒരാളെ കൊണ്ടും ഒരു സൃഷ്ടിയെ കൊണ്ടും എന്ത് സാധിക്കില്ല? ഒരു തരത്തിലും നമുക്ക് സാധിക്കില്ല. അത് മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഇനി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ആ കാര്യം വ്യക്തമാക്കുന്ന ഹദീസാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ഫി സഹീഹ് ഇമാം ബുഖാരി, മുസ്ലിം എന്നിവ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അൻ ഇബ്നുൽ മുസയ്യിബ് അൻ അബീഹി ഖാല, ഇബ്നുൽ മുസയ്യിബ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് അദ്ദേഹം
താബിഈങ്ങളിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല ലമ്മ ഹദറത് അബാ ത്വാലിബിൻ അൽ വഫാതു, അബൂ താലിബ് മരണശയ്യയിലായി കിടക്കുന്ന സന്ദർഭത്തിൽ, മരണം അടുത്ത് കിടക്കുന്ന, മരിക്കാനായി എന്നുള്ള അവസ്ഥയിൽ, ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുക്കിലേക്ക് പോയി. വഇൻദഹു അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ വ അബൂ ജഹ്ലിൻ. അപ്പോൾ അബൂ താലിബിന്റെ അടുത്ത് അബൂ താലിബിന്റെ കൂട്ടുകാരായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യയുണ്ട്, അതുപോലെ അബൂ ജഹലുമുണ്ട്. ഫഖാല ലഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു അബൂ താലിബിനോട്, തന്റെ പിതൃവ്യനായിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, യാ അമ്മി, എന്റെ പിതൃവ്യ, എന്റെ ഉപ്പാന്റെ സഹോദര, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു, പലപ്പോഴും രോഗിയായി കിടക്കുന്ന ആളുകൾ, അവർ ശിർക്കിന്റെ ആളുകളാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കേട്ട ചരിത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു ജൂത ബാലൻ വയ്യാതെ മരണശയ്യയിൽ കിടന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ട് എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി പറഞ്ഞു. വിശ്വാസം ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, കലിമത്തൻ ഉഹാജ്ജ ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങൾ ആ കലിമത്ത് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് സംസാരിക്കാൻ, ഒരു തെളിവായി പറയാൻ അതുണ്ടല്ലോ, ആ കലിമത്തുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫദ്ല് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ധാരാളം കേട്ടുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫദ്ല്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നത് കൊണ്ടെങ്കിലും എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പറയാമല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ശുപാർശ നടത്താനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനോ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും പറയാൻ പറഞ്ഞു. ഫഖാല ലഹു, ആ സമയം അവിടെ ഉണ്ടായിരുന്ന അബൂ താലിബിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇബ്നു അബി ഉമയ്യയും അബൂ ജഹലും കൂടിയിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ പാതയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോവുകയാണോ, അതിനോട് വെറുപ്പ് കാണിക്കുകയാണോ, അതിനോട് വിമുഖത കാണിക്കുകയാണോ, നിങ്ങളത് അതിൽ നിന്ന് തെറ്റിപ്പോവുകയാണോ എന്ന് ആ സമയത്ത് ഈ കൂട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു മോശപ്പെട്ട കൂട്ടുകാർക്ക് ഒരു ഉപമയായിട്ട് പണ്ഡിതന്മാർ കൊടുക്കാറുള്ള സംഭവമാണിത്. കാരണം സ്വാലിഹ്യങ്ങളായ കൂട്ടുകാരാണെങ്കിൽ അവർ മരണസമയത്ത് ഏറ്റവും നല്ല ഖൈറിലെ ഓർമ്മപ്പെടുത്തി, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, തൗബക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൽഖീൻ ചെയ്ത് ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. മോശപ്പെട്ട കൂട്ടുകാരായതുകൊണ്ട് അവർ പറഞ്ഞു നോക്കൂ, അവർ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഷിർക്കിന്റെയും കുഫറിന്റെയും പാത നിങ്ങൾ വിട്ടുപോവാണോ, നിങ്ങളുടെ ഉപ്പാന്റെയും വെല്ലിപ്പാന്റെ ഒക്കെ പാതയല്ലേ, അതൊക്കെ വിട്ടുപോവാണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഫഅഅദ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചില്ല, നബി അബൂ താലിബിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. കാരണം അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അബൂ താലിബ് പറഞ്ഞതായിട്ടുള്ള ചില ബൈത്തുകളായിട്ടൊക്കെ പല കിതാബുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ചില ബൈത്തുകളുണ്ട്. അതായത് അലിംതു ബി അന്ന ദീന മുഹമ്മദ്, എനിക്കറിയാം മുഹമ്മദിന്റെ ദീനാണ് ഏറ്റവും നല്ല ദീൻ എന്ന് എനിക്കറിയാം. ഈ ആളുകളുടെ ആക്ഷേപമെല്ലാം ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞാനത് അംഗീകരിക്കാതിരിക്കുന്നത് എന്ന നിലക്കൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. അപ്പൊ ബോധ്യമുള്ള ഒരാളാണ്, അറിയുന്ന ഒരാളാണ്, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തോളത്തോളം കാലം ഉള്ളിൽ ഒക്കെ അത് ശരിയാണെന്ന് വെച്ചുകൊണ്ട് ഒരാൾ മുസ്ലിം ആവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അപ്പോ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അപ്പോ ഫകാന ആഖിറു മാ ഖാല ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, പക്ഷെ പറഞ്ഞോട്ടൊന്നും കാര്യം ഉണ്ടായില്ല. അബൂ താലിബ് കൂട്ടുകാരായിട്ടുള്ള ഇബ്നു അബി ഉമയ്യയുടെയും അബൂ ജഹലിന്റെയും വാക്ക് കേട്ട് പറഞ്ഞു, വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ, ഞാൻ ഏതൊരു മതത്തിലായിരുന്നോ ഏതൊരു ദീനിലായിരുന്നോ അതിൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെടുന്നത്. വഅബാ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂ താലിബ് എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തയ്യാറായില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല, അതിന് തയ്യാറായില്ല, വിസമ്മതിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അബൂ താലിബിനോട് ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം, കാരണം സ്വന്തം ഉപ്പാന്റെ സഹോദരനാണ്, ചെറുപ്പത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ട്, ജനിച്ചു കഴിഞ്ഞ് 5-6 വയസ്സാകുമ്പോൾ ഉമ്മ മരണപ്പെട്ട്, അതിനുശേഷം വെല്ലിപ്പ നോക്കി, വെല്ലിപ്പ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അബൂ താലിബ് സ്വന്തം മകനെ പോലെ വളർത്തിയതാണ്, സ്വന്തം മകനെ പോലെ വളർത്തിക്കൊണ്ടുവന്നതാണ്. അതിനപ്പുറത്തേക്ക് നുബുവത്തിന്റെ ദഅവത്ത് തുടങ്ങിയ സന്ദർഭത്തിൽ പല എതിർപ്പുകൾ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായപ്പോ എല്ലാ രീതിയിലും സംരക്ഷിച്ചു പോകുന്ന ആളാണ് അബൂ താലിബ് എന്നുള്ളത്. അപ്പൊ അത്ര ഇഷ്ടമുണ്ട്. അപ്പോ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ലസ്തഗ്ഫിറന്ന ലക് മാ ലം ഉൻഹ അൻക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു ചെയ്യും, എന്നോട് ചെയ്യണ്ട എന്ന് അല്ലാഹു തആല വിരോധിക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്ര ഇഷ്ടമുണ്ടായിരുന്നു, അത്ര ഇഷ്ടമുണ്ടായിരുന്നു.
فأنزل الله تعالى عز وجل അപ്പോൾ അല്ലാഹു തആല ആയത്ത് ഇറക്കി സൂറത്ത് തൗബയിലെ 113ാമത്തെ ആയത്ത് ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى ഒരു നബിക്കോ മുഅ്മിനീങ്ങൾക്കോ പാടില്ലാത്ത കാര്യമാണ് ഷിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ട ഒരാൾ അയാൾ എത്ര അടുത്ത ആളാണെങ്കിലും സ്വന്തം ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും ഷിർക്കിലായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അതുപോലെ വഅൻസലല്ലാഹു ഫി അബൂ താലിബിന്റെ വിഷയത്തിലാണ് നേരത്തെ പറഞ്ഞ ആയത്തും ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നേരത്തെ പറഞ്ഞ ആയത്തും ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന ആയത്തും ഇറങ്ങിയത് അബൂ താലിബിന്റെ വിഷയത്തിലാണ് എന്ന് ഈ ഹദീസിൽ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് എത്ര വലുതാണ് ആലോചിച്ച് നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണ് എന്ന് മനസ്സിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബിന് ഇഷ്ടമായിരുന്നു. ഷൈബ അബീ താലിബിലെല്ലാം അവിടെ സമൂഹം ഒഴിവാക്കി നിൽക്കുമ്പോൾ, അകറ്റി നിർത്തുമ്പോൾ, ഉപരോധം തീർത്ത സമയത്തും മുസ്ലിം അല്ലാഞ്ഞിട്ട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആര് നിന്നിട്ടുണ്ട്? അബൂ താലിബ് നിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രി എങ്ങാനും ശത്രുക്കൾ ആക്രമിക്കൂ എന്ന് പേടിച്ച് മാറിക്കിടക്കാറുണ്ടായിരുന്നു അബൂ താലിബ്. അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ രീതിയിലും സംരക്ഷിച്ചു പോകുന്ന സ്നേഹിച്ച ആളായിരുന്നു അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങോട്ടും. എന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തതിന്റെ പേരിൽ, തൗഹീദ് പറയാത്തതിന്റെ പേരിൽ ഒരു ഉപകാരം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചിട്ടില്ല. ഇസ്തിഗ്ഫാർ തേടുമെന്ന് സ്വന്തം ആഗ്രഹം പറഞ്ഞിട്ട് പോലും അല്ലാഹു തആല പറഞ്ഞ എന്താണ്? ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു വെക്കും, എങ്ങനെയാണ് അള്ളാഹുവിന് പുറമെ വേറെ ഒരാളെ ഇടനിലക്കാരനാക്കി വെച്ചുകൊണ്ട്, അയാൾ സാലിഹാവട്ടെ, അയാൾ അള്ളാഹുവിന്റെ വലിയ തന്നെ ആവട്ടെ, നമ്മൾ പറയുന്നില്ല ഇപ്പോ എല്ലാം നിങ്ങൾ വിളിച്ചു തേടുന്ന എല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്ക് എല്ലാം തെമ്മാടികളാണ്, എല്ലാം നല്ല ആളുകളല്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ അവരെല്ലാ ഗുണമുള്ള എല്ലാ സ്ഥാനമുള്ള ആളാവട്ടെ. ഇപ്പൊ നമ്മൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങളങ്ങനെ ഇഷ്ടമായത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുറെ സ്വലാത്ത് ചൊല്ലിയതിന്റെ ഫضل അറിയിക്കാനല്ല, കുറക്കാനല്ല, കുറെ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം നേടിയതിന്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ കടക്കാൻ ഒരാൾക്ക് പറ്റുമോ? പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലേ, പിന്നൊരു കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല എങ്കിൽ ഒരാളുടെ ഇഷ്ടം കൊണ്ടും ഒരാളോട് നമുക്കുള്ള ഇഷ്ടം കൊണ്ടും നമുക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇവിടെ അറിയിക്കുന്ന, വളരെ ചിന്തിക്കേണ്ട ഒരു പാഠാണത്. ഷിർക്കിന്റെ ആളുകൾ അവരൊന്ന് ആലോചിച്ചാൽ, ഈ ഒരു സംഭവം ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം, അത് ഷിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടും. എത്ര വലിയ കറാമത്തുള്ള ആളാവട്ടെ, എത്ര വലിയ കറാമത്ത് കാണിച്ച വലിയ ആവട്ടെ, ഇപ്പൊ കുറെ കള്ളക്കറാമത്തുകൾ കേൾക്കാം പലരെയും പറ്റി പറയുന്നത്, പോട്ടെ, അതൊക്കെ ഉള്ള ആളാവട്ടെ, അതൊക്കെ എല്ലാ കറാമത്തും കാണിച്ച ആളാവട്ടെ, അയാളോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടോ അയാളോട് ശുപാർശ തേടിയതുകൊണ്ടോ അയാളോട് സഹായം തേടിയതുകൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഉപകാരം കിട്ടുമോ? കിട്ടില്ല. കിട്ടുമായിരുന്നുവെങ്കിൽ അതാർക്ക് കിട്ടണമായിരുന്നു? അബൂ താലിബിന് കിട്ടണമായിരുന്നു. ഈ കിതാബ് ഇല്ലാത്ത തന്നെ മറ്റൊരു സംഭവം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ എത്ര പറഞ്ഞിട്ടും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ തേടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അറിയിക്കേണ്ടായി, പാടില്ല, അത് അള്ളാഹുവിന്റെ ശത്രുവാണ്, ചെയ്യാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒഴിവാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് ഉപ്പയായ ആസറിനെ കാണുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഹദീസുണ്ട്. ആസർ അങ്ങേറ്റം ഇരുണ്ട് നിറഞ്ഞ ഒരു മുഖരൂപത്തിൽ നാളെ പരലോകത്ത് വരും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണും. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സഹായം ചോദിക്കും, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറയണം. ഇബ്രാഹിം നബി പറയും, ഞങ്ങളോട് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കണം, എന്നെ വിശ്വസിക്കണം, എന്നെ അനുസരിക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ ചെയ്തില്ലല്ലോ. ഉപ്പ പറയും, നീ ഞാൻ എന്ത് പറയുന്നത് ഞാൻ ചെയ്തോളാം, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉപ്പയാണ് എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും, അള്ളാഹ് നീ പറഞ്ഞതല്ലേ എന്നെ ഈ പരലോകത്ത് എന്നെ നീ നിന്ദിക്കില്ല, എന്നെ നാണം കെടുത്തില്ല എന്ന് പറഞ്ഞതല്ലേ, ഞാൻ സ്വർഗത്തിലും എന്റെ ഉപ്പ നരകത്തിലും ആകുന്നതിനേക്കാൾ വലിയൊരു നിന്ദത എനിക്ക് എന്താണുള്ളത് എന്ന് പറയും. അള്ളാഹ് ഒന്ന് പുറത്തു കൊടുക്കാൻ. അപ്പൊ അള്ളാഹു തആല പറയും, ഇല്ല,
കാഫിരീങ്ങൾക്ക് ഞാൻ സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് ഞാൻ സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുന്നിൽ ചില ഹദീസുകളിൽ ഒരു മാനിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അട്ടയുടെ രൂപത്തിൽ രൂപം മാറിക്കൊണ്ട് ഉപ്പയാക്കുകയും ആ രൂപത്തിലായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് നാളെ പരലോകത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ 2 ഖലീലുകളാണത്. ഇപ്പൊ ഒരാൾക്ക് വലായത്ത്, അള്ളാഹുവിന്റെ വലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ട് നേടുന്ന ഉന്നതമായൊരു സ്ഥാനമാണ്. ഒരാൾ സ്വാലിഹാവുക, അള്ളാഹുവിന്റെ വലിയാവുക എന്നുള്ളത്. അതിൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് അള്ളാഹുവിന്റെ ഖലീലാവുക എന്നുള്ളത്. ആ ഖലീലായിട്ടുള്ള 2 ആളുകൾ, ആ 2 ആളുകൾക്കും അവരിഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യാൻ അള്ളാഹുവിന്റെ അടുക്കൽ സാധിച്ചിട്ടില്ല. തൗഹീദ് ഇല്ലാത്തതിന്റെ പേരിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്തതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതനുസരിച്ച് ജീവിതം പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ, അത് പറയാത്തതിന്റെ പേരിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെയാണോ ഇത് വേറെയുള്ള ഔലിയാക്കൾക്ക് നിങ്ങളെ അറിയുക കൂടി ചെയ്യില്ല, എന്താ അവസ്ഥ എന്നറിയില്ല, അവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുക? ഒരിക്കലുമില്ല, ഒരിക്കലും അത് ഉണ്ടാവില്ല. ഇതുപോലെ ജാറങ്ങളിലോ അല്ലെങ്കിൽ ഔലിയാക്കളുടെ അടുക്കലോ അല്ലെങ്കിൽ ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യം നേടാം, ലാഭം നേടാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ബാബിനെ സംബന്ധിച്ച് ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഖൗലുസ് സദീദ് എന്നുള്ള ഷർഹിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ഭാഗം, ബാബു ഖൗലില്ലാഹി തആല ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, ഈ ബാബുമായി ബന്ധപ്പെട്ട് നീ ഇഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് ഹിദായത്ത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബാബുമായി ബന്ധപ്പെട്ട്. വഹാദൽ ബാബു അയ്വൻ നദീറുൽ ബാബി അല്ലദീ ഖബ്ലഹു, ഈ ബാബും മുൻകഴിഞ്ഞ ശഫാഅത്തുമായി ബന്ധപ്പെട്ട, മലക്കുകളുമായി ബന്ധപ്പെട്ട, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ അതിനെ പറ്റി അറിയിക്കുന്ന ബാബ് തന്നെയാണ്. وذلك أنه إذا كان صلى الله عليه وسلم هو أفضل الخلق على الإطلاق, ഒരു സംശയമില്ലാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള സൃഷ്ടി. വഅഅ്ദമുഹും ഇൻദല്ലാഹി ജാഹൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പദവി ഉള്ളത്. വഅഖറബുഹും ഇലൈഹി വസീലതൻ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ദിറു അലാ ഹിദായത്തിൻ മൻ അഹബ്ബ ഹിദായത തൗഫീഖ് വഇന്നമൽ ഹിദായതു കുല്ലുഹാ ബിയദില്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും എന്തിനു സാധിച്ചിട്ടില്ല? ഹിദായത്തു തൗഫീഖ്, നമ്മൾ പറഞ്ഞ ഹിദായത്തു തൗഫീഖ് ഇഷ്ടപ്പെട്ട ആൾക്ക് നൽകാൻ വേണ്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരാളെ ഹിദായത്തിലാക്കാൻ വേണ്ടിയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചിട്ടില്ല. എല്ലാ ഹിദായത്തു തൗഫീഖ് അല്ലാഹുവിന്റെ കയ്യിലാണ്. فهو الذي تفرد بهداية القلوب كما تفرد بخلق المخلوقات, ഈ സൃഷ്ടികളുടെ എല്ലാം സൃഷ്ടിപ്പ് അള്ളാഹു ഒറ്റയ്ക്ക് നടത്തിയതുപോലെ തന്നെ, അള്ളാഹു മാത്രമാണ് എന്ന് നടത്തിയതുപോലെ തന്നെ, അതുപോലെ തന്നെ ഈ അടിമകളുടെ ഖൽബിൽ ഹിദായത്ത് നൽകേണ്ട അധികാരം അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. ഫതബയ്യന അന്നഹുൽ ഇലാഹുൽ ഹഖ്, വ്യക്തമാക്കുകയാണ് അള്ളാഹു മാത്രമാണ് ഇലാഹ്, ആരാധിക്കപ്പെടേണ്ടവൻ. വമ്മ ഖൗലുഹു തആല, എന്നാൽ സൂറത്ത് ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ നേരായ മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത് എന്ന ആയത്ത്. ഫൽ മുറാദു ബിൽ ഹിദായത്തി ഹുനാ ഹിദായത്തുൽ ബയാൻ, ഇവിടെ ഉദ്ദേശിക്കുന്ന ഹിദായത്ത് ഹിദായത്തുൽ ബയാനാണ്. ഹിദായത്തുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഹിദായത്തുൽ ദലാൽ, ഹിദായത്തുൽ ഇർഷാദ് ഒക്കെ ഒന്ന് തന്നെയാണ്, വഴി കാണിച്ചു കൊടുക്കുന്നതിനാണ്. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബല്ലിഗു അനില്ലാഹി വഹ്യഹു അല്ലദി ഇഹ്തദാ ബിഹിൽ ഖൽഖ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് നേർമാർഗം പഠിപ്പിച്ചു കൊടുക്കുന്നവനും കാണിച്ചു കൊടുക്കുന്നവനുമാണ്. ഈ ബാബ് ഇത്രയുമാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിന്റെ തഫ്സീറിൽ പറയുന്നത്, ഇതിന്റെ ഷർഹിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ബാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുത്തെ ഇഷ്ടപ്രകാരം ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ സാധിച്ചിട്ടില്ല, ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആൾക്ക്. അങ്ങനെയാണെങ്കിൽ അതിന് താഴെയുള്ള ഒരു വലിയനോ ഒരു സ്വാലിഹിനോ ഒരു ഷഹീദിനോ ആരോ ആവട്ടെ, ബദരീങ്ങളോ ഉഹദീങ്ങളോ ശുഹദാക്കളോ സ്വാലിഹീങ്ങളോ പിന്നെ എന്തെല്ലാം പേരുള്ള ആളുകളുണ്ടോ അവരെല്ലാം ആവട്ടെ, അവർക്കൊരിക്കലും അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു തരത്തിലും ഉപകാരം ചെയ്യാൻ അവരുടെ ഇഷ്ടപ്രകാരം സാധിക്കുകയില്ല. അടുത്ത ബാബ്
ബാബു മാ ജാഅ അന്ന സബബ കുഫ്രി ബനി ആദം വതർകിഹിം ദീനഹും ഹുവൽ ഗുലുവ് ഫി സ്വാലിഹീൻ. അടുത്ത ബാബു പറയുന്നത് മാ ജാഅ അന്ന സബബ കുഫ്രി ബനി ആദം വതർകിഹിം ദീനഹും, മനുഷ്യരിൽ കുഫർ ഉണ്ടാകാനും അതുപോലെ അവരുടെ ദീനായിട്ടുള്ള ഇസ്ലാം, അവരുടെ ഫിത്രത്തായിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് തൗഹീദിൽ നിന്ന് അവർ തെറ്റിപ്പോകാനുമുള്ള കാരണം ഹുവൽ ഗുലൂവു ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞതാണ്. അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനവും പദവിയും വിട്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു പദവിയും സ്ഥാനവും നൽകിയിട്ടുള്ള അതിര് കവിഞ്ഞതിന്റെ പേരിലാണ് ഈ മനുഷ്യരിൽ ശിർക്ക് സംഭവിച്ചത്, കുഫ്ർ സംഭവിച്ചത്, അവരിൽ ദീന് വിടാനുള്ള കാരണം എന്നുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അസറുകളുമാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് വഖൗലില്ലാഹി തആല സൂറത്തുൻ നിസായിലെ 171 ആയത്താണ്. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും. യാ അഹ്ലൽ കിതാബ്, അഹ്ലുൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത നസാറാക്കൾ, അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത് എന്ന് പറയുക. ഗുലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഒരു പരിധിയുണ്ട്, ഓരോന്നിനും ഒരു പരിധിയുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഹക്കുകളുണ്ട്. അള്ളാഹുവിന് നൽകേണ്ട ഹക്കുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകേണ്ട ഹക്കുകളുണ്ട്, അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് നൽകേണ്ട ഹക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും അതിൻ്റെതായ സ്ഥാനവും ഒക്കെ ഉണ്ട്. അതിൽ പരിധി ലംഘിച്ച് അതിരുവിട്ട് അതിനപ്പുറത്തേക്ക് കൊടുക്കുന്നിടത്ത് അള്ളാഹുവിന് താഴെയുള്ള നബിമാർക്കാവട്ടെ സ്വാലിഹീങ്ങൾക്കാവട്ടെ എല്ലാം അതിരുവിട്ട് അവർക്ക് സ്ഥാനം കൊടുക്കുന്നതിന്റെ പേരിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമാണ് ഈ ഉമ്മത്തിൽ അഥവാ മനുഷ്യരിൽ ശിർക്കും കുഫറും കടന്നുകൂടിയതെന്ന് അറിയിക്കാൻ. അപ്പൊ അഹ്ലുൽ കിതാബുകാരെ പ്രത്യേകം വിളിച്ചു പറയാണ് നിങ്ങൾ ദീനിൽ അതിര് കവിയാൻ പാടില്ല എന്നുള്ളത്. കാരണം അഹ്ലുൽ കിതാബുകാർ എന്ന് പറയുന്ന ജൂത നസാറാക്കൾ അവർ നബിമാർക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിന് അപ്പുറത്തൊരു സ്ഥാനം കൊടുത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജൂതന്മാർ ഉസൈർ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. നസാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. ആ നബിമാർക്കൊരു സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ആ നബിമാരുടെ സ്ഥാനം വിട്ട് പരിധി ലംഘിച്ച് അവർ അള്ളാഹുവിന്റെ മകനാണെന്ന് പറയുകയും പിന്നീട് അവരാണ് ഇലാഹുകളാണെന്ന് പറയുകയും അവരെ ഇബാദത്ത് ചെയ്യുകയും ചെയ്ത് അതിനപ്പുറത്തേക്ക് പല സ്വാലിഹീങ്ങളെയും അവർ പരിധി ലംഘിച്ച് കണ്ട് അവരുടെ ഖബറുകളെ ഇബാദത്തിന്റെ സ്ഥലങ്ങളാക്കി മസ്ജിദുകളാക്കി അവിടെ ഈദ് ഉണ്ടാക്കി അങ്ങനെ പല രീതിയിൽ അതിര് കവിഞ്ഞ ആളുകളാണ് അഹ്ലുൽ കിതാബുകാർ. അവർ പല രീതിയിലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പോലും ശപിച്ചിട്ടുള്ള വാക്കുകൾ പറഞ്ഞത് അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരിലെ നബിമാരോ സ്വാലിഹീങ്ങളോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കും. രണ്ട് രീതിയിലാണ് ഖബറുകളെ മസ്ജിദുകളാക്കുക. ഒന്ന്, ആ ഖബർ എവിടെയാണോ ഉള്ളത് അതിന്റെ മേലെ മസ്ജിദ് പണിയും, എന്നിട്ട് അവിടെ ഇബാദത്ത് നിർവഹിക്കുന്ന അവസ്ഥയുണ്ടാവും. അതല്ല എങ്കിൽ ആ ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യും, ഇബാദത്തുകൾ ചെയ്യും. എവിടെയാണോ സുജൂദ് ചെയ്യുന്നത് ആ സ്ഥലം മസ്ജിദാവും. ആ രീതിയിൽ അവർ ചെയ്യും. അങ്ങനെ അവർക്ക് കൊടുക്കേണ്ടതിൽ നിന്ന് പരിധി വിട്ട സ്ഥാനം കൊടുത്തിട്ടാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അഹ്ലി കിതാബുകാരെ പ്രത്യേകം ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉമ്മത്തിലെ ആളുകൾ ഇതുപോലെ അഹ്ലി കിതാബുകാരെ ഇതുപോലുള്ള വിഷയത്തിൽ ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളത്. ഇതിനൊന്നുകൂടി വ്യക്തമാക്കുന്ന കാര്യമാണ് അടുത്ത ഹദീസിൽ പറയുന്നത്. في الصحيح عن ابن عباس رضي الله عنهما في قوله تعالى صحيح البخاري കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തു നൂഹിലെ 23ാമത്തെ ആയത്ത് وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا എന്നീ ആയത്ത്. എന്താ പറയുന്നത്? വഖാലു, നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്ത സന്ദർഭത്തിൽ ആ സമൂഹത്തിലെ പ്രമാണികൾ അവരുടെ കീഴിലുള്ള ആളുകളോട് പറഞ്ഞു ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കരുത്. നൂഹ് നബി അലൈഹിസ്സലാം എന്താ പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറയുമ്പോൾ അവിടുത്തെ പ്രമാണികൾ അവരെ ഉള്ള സാധാരണക്കാരോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകൾ ഒഴിവാക്കരുത്. വലാ തദറുന്ന, നിങ്ങൾ ഒഴിവാക്കരുത് അന്നുണ്ടാ അവർ ഇലാഹുകളായി കണ്ടിരുന്ന വദ്ദൻ, വദ്ദിനെ ഒഴിവാക്കരുത്. വലാ സുവാഅൻ, സുവാഇനെ ഒഴിവാക്കരുത്. വലാ യഗൂസ, യഗൂസിനെ ഒഴിവാക്കരുത്. യഊഖ വനസ്റ, യഊഖിനെയും നസ്റിനെയും ഒഴിവാക്കരുത് എന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഖാല ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ. ഈ ആളുകൾ
ഈ പറഞ്ഞ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നീ 5 ആളുകൾ യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ അവരുടെ മുമ്പ് അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്ന സ്വാലിഹീങ്ങളായിരുന്നു. ഫലമ്മാ ഹലകു, അവർ മരണപ്പെട്ട സമയത്ത് ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ശൈത്താൻ ആ കൂട്ടരോട്, അവരേത് സമൂഹത്തിലാണോ ജീവിച്ചത് അവരോട് പറഞ്ഞു, അനിൻസിബു ഇലാ മജാലിസിഹിമുല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബൻ വസമ്മൂഹാ ബിഅസ്മാഇഹിം. അവർ ഇരുന്നിരുന്ന, അവർ സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു, അവർ ഇരുന്ന് ഒരുമിച്ച് കൂടിയിരുന്ന ആ സ്ഥലങ്ങളിൽ അവരുടെ രൂപത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം കൊത്തി ഉണ്ടാക്കിയിട്ട് അതിനോരോന്നിനും അവരുടെ പേരിടണമെന്ന് പറഞ്ഞു. ഫഫഅലു, അവരങ്ങനെ ചെയ്തു. വലം തുഅബദ്, പക്ഷെ അവരതിനെ ആരാധിച്ചിട്ടില്ല. അവരൊരു ബഹുമാനാർത്ഥത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളാണല്ലോ എന്ന നിലക്ക് ബഹുമാനം കാണിച്ചതാണ്. എന്ത് കാണിച്ചിട്ട്? രൂപം ഉണ്ടാക്കിയിട്ട്. അവർ ഇബാദത്ത് ചെയ്തില്ല. ഹത്താ ഇദാ ഹലക ഉലൈക്, അങ്ങനെ ആ കൂട്ടർ അവിടെ അവസാനിച്ചു, ആ കൂട്ടർ അവിടെ മരിച്ചുപോയി. വനുസിയൽ ഇൽമു ഉബിദത്, പിന്നെ അടുത്ത സമൂഹം വന്നപ്പോഴേക്കും ഇൽമില്ലാതെയായി, ഇൽമു നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലെത്തി. വഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഖൗല് കൊടുക്കുന്നുണ്ട്, കാല ഗൈറു വാഹിദ് മിന സലഫ്, സലഫുകളിൽ പലരും പറയാറുണ്ട്, ലമ്മ മാതു അകഫു അലാ ഖുബൂരിഹിം, അവർ മരണപ്പെട്ടപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്തു? ഈ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഇഅ്തികാഫ് ഇരിക്കാൻ തുടങ്ങി, അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. സുമ്മ സവ്വറു തമാസീലഹും, പിന്നെ അവരെ രൂപം ഉണ്ടാക്കാൻ തുടങ്ങി, അവരുടെ കോലം വരച്ചുണ്ടാക്കാൻ, രൂപം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. സുമ്മ ത്വാല അലൈഹിമുൽ അമദ് ഫഅബദൂഹും, അങ്ങനെ കാലം ദീർഘിച്ചപ്പോൾ പിന്നെ അവർ അവരെ ഇബാദത്ത് ചെയ്യാനും തുടങ്ങി എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ സംഭവത്തെ ഉദ്ധരിച്ച് പറയാം. ഈ ഒരു വിഷയം, എങ്ങനെയാണ് മനുഷ്യരിൽ ശിർക്ക് ആരംഭിച്ചത്, ആദ്യമായി സംഭവിച്ചത് എന്നുള്ള വിഷയം നാം ഗൗരവത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ശിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ചും എന്താണ് ശിർക്ക് എന്നും അതിനെക്കുറിച്ചെല്ലാം അറിയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സംഭവിക്കാതിരിക്കാനാണ്. ഷെറിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ പോയി വീഴാതിരിക്കാനാണ്. ഷെറിനെ കുറിച്ച് നമുക്ക് അറിവില്ല എങ്കിൽ നമ്മളത് ചെന്ന് ചാടിപ്പോവും. ഈ ശിർക്ക് സംഭവിച്ച അപ്പോൾ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് എത്തി. ആ എത്തിയ സന്ദർഭത്തിൽ ഇവിടെ ശിർക്കുണ്ടോ? ഇല്ല. ആദം നബി അലൈഹിസ്സലാമും ഭാര്യയും എത്തിയ സമയത്ത് അവർ രണ്ടുപേരെ മനുഷ്യരായിട്ടുള്ളൂ. അവരിൽ സന്താന പരമ്പരകൾ ഉണ്ടായി. അവരിൽ ചരിത്രത്തിൽ നമുക്ക് കാണുന്നത് 40ഓളം ഇരട്ട കുട്ടികളായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടായി. വേറെ മനുഷ്യരില്ലാത്തത് കൊണ്ട് തന്നെ അവരിൽ വിവാഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ മക്കളുണ്ടായി, തലമുറകളുണ്ടായി. ആ തലമുറകൾ ഉണ്ടാകുമ്പോഴെല്ലാം ആദം നബി അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിൽ എത്തിയിട്ടുള്ള ആദം നബി അലൈഹിസ്സലാം അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുന്ന അവർക്കറിയാം. അതേ സമയത്ത് അവരിടയിൽ ശൈത്താൻ, ആദം അലൈഹിസ്സലാം ഹവ്വയും മാത്രമല്ലല്ലോ വന്നു, കൂടെ ആരും വന്നിട്ടുണ്ട്? ഇബ്ലീസും വന്നിട്ടുണ്ട്. ഇബ്ലീസ് പലതരത്തിലുള്ള തിന്മകൾക്ക് പ്രേരണ നൽകിയിട്ടുണ്ട്. ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അവരിൽ കൊലപാതകം നടന്നത് അത് ഖുർആനിൽ തന്നെ അറിഞ്ഞുള്ള കാര്യമാണ്. അവരിൽ മദ്യപാനം തുടങ്ങിയത്, അതുപോലെ തന്നെ സംഗീതം തുടങ്ങിയത്. അങ്ങനെ മദ്യം ശരീരത്തിന് ലഹരി നൽകും, സംഗീതം ഖൽബിന് ലഹരി നൽകും. ഇത് രണ്ടിലും ഒഴുകി വ്യഭിചാരം തുടങ്ങിയത്, അതുപോലെയുള്ള തിന്മകൾ അവരിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 10 തലമുറയോളം, ഇത് ബിദായ വ നിഹായ പോലെയുള്ള അല്ലെങ്കിൽ തഫ്സീർ ഇബ്നു കസീർ പോലെയുള്ള ധാരാളം കിതാബുകൾ കൊടുത്തിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ്. 10 തലമുറയോളം അവരിൽ ശിർക്ക് സംഭവിച്ചിട്ടില്ല എന്ന കുറെ പാപങ്ങൾ അവരിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ അല്ലാത്ത ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനോ അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കാനോ അവർ ചെല്ലാറില്ല. എന്നാൽ പല എന്ത് സംഭവിച്ചിട്ടുണ്ട്? പാപങ്ങൾ അവർ സംഭവിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം 2-3 നബിമാർ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഷീഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ, അതുപോലെ വേറെ 1-2 നബിമാരുടെ പേരുകൾ ചരിത്രങ്ങളിലൊക്കെ കാണാം. നബിമാർ വന്നിട്ടുണ്ട്. അതിനുശേഷം തലമുറകളിൽ കുറച്ചു കാലഘട്ടത്തിൽ നബിമാർ വന്നിട്ടില്ല. അവിടെ സ്വാലിഹീങ്ങളായിട്ടുള്ള ആലിമീങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരായിരുന്നു വദ്, സുവാ, യഊഖ്, നസ്ർ എന്നിവർ. അവർ ജനങ്ങളെ ഈ പാപങ്ങൾ ഒഴിവാക്കാനും ഈ തിന്മകളിൽ നിന്ന് ഒഴിവാകാനും അതുപോലെ തൗഹീദ് വീണ്ടും ഉറപ്പിക്കാനും അവർ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവർ മരണപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള ഇൽമുള്ള ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിരുന്ന ഈ ആളുകൾ മരണപ്പെട്ടപ്പോൾ പിശാച് ആളുകളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അവർ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളാണ്. നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവരെ പറ്റി അറിയണം, ഇവരെ പറ്റി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവരുടെ ഖബറിന്റെ അടുക്കൽ നിങ്ങൾ അടയാളങ്ങൾ വെക്കണം എന്ന നിലക്ക് പറഞ്ഞു. അങ്ങനെ ഇവർ കല്ല് വെക്കുകയോ മരം വെക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു.
അതിനൊരു തലമുറ കഴിഞ്ഞുപോയി. അടുത്ത തലമുറ ഇവരെ പറ്റി കേൾക്കുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഖബറുകളാണെന്ന് അറിയുന്ന അടയാളത്തിന്റെ രീതിയിൽ കാണുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത സമൂഹം വന്നപ്പോൾ ശൈത്താൻ വീണ്ടും പറഞ്ഞു, അവർ അടയാളങ്ങളൊക്കെ നീങ്ങി പോവാണ്, അവരെ ഖബർ അറിയാതെ പോവും. അങ്ങനെ ഈ പറഞ്ഞതുപോലെ അവരുടെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ അടുക്കലോ അവരുടെ രൂപം കൊത്തിയുണ്ടാക്കണം എന്ന് പറഞ്ഞു. നീ ആദ്യം ചിത്രം വരച്ചു വെക്കണം അല്ലെങ്കിൽ രൂപം കൊത്തിയുണ്ടാക്കണം എന്ന് നിലക്ക് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തു. അവർ ഇബാദത്ത് ചെയ്യാൻ ഉദ്ദേശമല്ല, ഇബാദത്ത് ചെയ്യാൻ ഉദ്ദേശമല്ല, അറിയാൻ, ആളുകൾക്ക് മനസ്സിലാകാൻ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു അറിയാൻ. അങ്ങനെ വിഗ്രഹങ്ങൾ കൊത്തിവെച്ചു. ആ സമൂഹവും കഴിഞ്ഞുപോയി. അടുത്ത സമൂഹം വന്നപ്പോൾ ശൈത്താൻ എന്തു പറഞ്ഞു? നിങ്ങൾ ധാരാളം പാപം ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല? ഉത്തരം ചെയ്യില്ല. നിങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഇത്രയും പാപം ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുക? ഇനി നിങ്ങൾക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വാലിഹീങ്ങൾ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ്. അവർ അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹു ഉത്തരം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ അടുക്കൽ പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക, അവരോട് നിങ്ങൾ നിങ്ങളുടെ വേവലാതികൾ പറയുക, നിങ്ങളുടെ പാപമോചനത്തിന് ശുപാർശ ചെയ്യാൻ പറയുക, അവർ മുഖേന നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു. ആ സമയത്താണ് അവർ എന്ത് ചെയ്തത്? ധാരാളം പാപങ്ങൾ സംഭവിച്ചിട്ട് കൂടിയും അവരെന്ത് ചെയ്തു? അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ ഇടനിലക്കാരെ വെക്കാൻ തുടങ്ങി. ഈ ഖബറുകളിലും അതിൽ മുഖേന കൊത്തിയുണ്ടാക്കിയ രൂപങ്ങളുടെ അടുക്കിലേക്കും പോയി അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെ ഇലാഹുകളാക്കി. അഥവാ അവരോട് പ്രാർത്ഥിച്ചാൽ അവരവരുടെ ഇലാഹായി. ഒരാൾ വേറൊരാളോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി ഒരാൾ മറ്റൊരാളോട് പറയുകയാണ്, ഏതെങ്കിലും ജാറത്ത് പോയിട്ട് എനിക്ക് മക്കളെ നൽകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്ത് പോയിട്ട് എനിക്ക് സ്വർഗം നൽകണം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, അങ്ങനെ എനിക്ക് നല്ല ഉപജീവനം നൽകണം, അങ്ങനെ ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കുക. അത് അവന്റെ ഇലാഹാണ്. അവൻ അംഗീകരിച്ചാലില്ലെങ്കിലും അതാണ് അവന്റെ ഇലാഹ്. അങ്ങനെ അവരത് ചെയ്തു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അയക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇവരോടല്ല നിങ്ങൾ തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അതാണ് ശിർക്ക് ആരംഭിക്കാനുള്ള ഒരു സമയം, ഘട്ടം. ശിർക്ക് ആരംഭിച്ചത്, ഈ മനുഷ്യ സമൂഹത്തിൽ ആരംഭിച്ചത് അവിടെയാണ്. പിൽക്കാലത്ത് വേറെ രീതിയിൽ ശിർക്കിന്റെ ഇനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾക്കെല്ലാം ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തൊക്കെ പിന്നീട് ശിർക്ക് തുടങ്ങിയത് ഈ ഒരു രീതിയിലും തുടങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം പ്രത്യേക സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് ഓരോ ഇലാഹുകളായി തെരഞ്ഞെടുത്ത രീതി. പക്ഷെ ആദ്യമായിട്ട് ശിർക്ക് സംഭവിച്ചത് ഈ ഒരു രീതിയിലാണ് മനുഷ്യരിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് കാലത്ത് സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ജാറങ്ങളിൽ പോകുന്ന ആളുകൾ, അങ്ങനെ ധാരാളം ആളുകൾ, എങ്ങനെയാണോ മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് ആരംഭിച്ചത് അതേപോലെ തന്നെയാണ് പിൽക്കാലത്തും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ ഇതേ ചരിത്രങ്ങൾ കാണാം. ഇതേ 5 വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ എന്നിവരുടെ വിഗ്രഹങ്ങൾ ജസീറത്തുൽ അറബിന്റെ പല സ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് പിശാചിന്റെ ബോധനം കേട്ട് ആളുകൾ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഓരോ ഗോത്രങ്ങൾ അവരുടെ ഇലാഹുകളായി തെരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ടായത്. പിന്നീട് ശിർക്ക് വന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇപ്പൊ സ്വാലിഹീങ്ങളുടെ വിഷയത്തിലുള്ള ഹുലൂവ്, സ്വാലിഹീങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, അള്ളാഹുവിന്റെ നബിമാർക്കൊരു സ്ഥാനമുണ്ട്, റസൂലുകൾക്കൊരു സ്ഥാനമുണ്ട്, ശുഹദാക്കൾക്കൊരു സ്ഥാനമുണ്ട്, സ്വാലിഹീങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. എല്ലാവർക്കും അവരുടേതായ ഒരു സ്ഥാനമുണ്ട്. പക്ഷെ അതിൽ പരിധി വിട്ടപ്പോൾ അത് ശിർക്കിലേക്കും കുഫറിലേക്കും എത്തുന്ന അവസ്ഥയിലും അവർ യഥാർത്ഥ ദീനിൽ നിന്ന് തെറ്റിപ്പോകാനും കാരണമായി. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഇതിന്റെ ഒരു അപകടത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, സലഫുകൾ പറയാറുണ്ട്, ബിദ്അത്തുകൾ ആളുകളെ കുഫറിലെത്തിക്കും, മഅസിയത്തുകൾ ആളുകളെ ബിദ്അത്തിലെത്തിക്കും. മഅസിയത്തുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ, പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ബിദ്അത്ത് ചെയ്യാനുള്ള പ്രേരണ കൂടുതലായിരിക്കും. കാരണം ആ പാപത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടേണ്ടി വരും. അവ എന്തെങ്കിലും ഇല്ലാത്ത സ്വലാത്തോ ഇല്ലാത്ത ദിക്റോ ഇല്ലാത്തതൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബിദ്അത്തിലേക്ക് പോകും. ബിദ്അത്തുകൾ ഒരാളെ കുഫറിലേക്ക് എത്തിക്കുമെന്ന്. കാരണം ഈ രൂപം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഖബറുകളെ പ്രത്യേകമാക്കുക അതൊക്കെ ബിദ്അത്തായിരുന്നു. പക്ഷെ അത് എത്തിച്ച എങ്ങോട്ടാ? ശിർക്കിലേക്കും കുഫറിലേക്കുമാണ്. ഷിർക്കിന്റെ ആരംഭം ഈ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് സ്വാലിഹീങ്ങളിലുള്ള ഗുലുവാണ് എന്ന് അറിയിക്കുന്ന ഒരു സംഭവമാണത്. 2-3 ആയത്തുകൾ കൂടിയുണ്ട് ഈ ഒരു ബാബിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ബാക്കി വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.